ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് മാഗസിൻസ് തന്നെയാണ് നോക്കാൻ പോകുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കുറച്ച് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് മാഗസിൻ്റെ കാറ്റഗറീസ് പഠിച്ചിട്ടുണ്ടായിരുന്നു, ഏതൊക്കെയാണെന്നുള്ളത്. അതുപോലെ കുറച്ചൊന്നും കൂടിയും ഇന്ന് നോക്കാനുണ്ട്. അപ്പോൾ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് മാഗസിനുകൾ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഏതൊക്കെയാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. ഡൗൺ ടു എർത്ത് എന്നുള്ളൊരു മാഗസിനാണ് ഇവിടെ കാണുന്നത്. അതുപോലെ കൺട്രി സൈഡ്. ഈ രണ്ട് മാഗസിൻസിൻ്റെയും കവർ പേജ് നോക്കുക. അതിൻ്റെ കവർ ഫോട്ടോയും അതിൻ്റെ ടൈറ്റിലും ഒക്കെ നന്നായിട്ട് നോക്കുക. അതിൻ്റെ പേരും അതിൻ്റെ കവർ ഫോട്ടോയും കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഏത് വിഭാഗത്തിൽ പെടുന്നതാണ് എന്നുള്ളത്, അല്ലേ? ഇതിൽ ഡൗൺ ടു എർത്ത് എന്നുള്ളത് ഇറ്റ് ഇസ് എ മാഗസിൻ ബേസ്ഡ് ഇൻ ന്യൂഡൽഹി ആൻഡ് സെൻറ്റർ ഫോർ സയൻസ് ആൻഡ് എൻവയോൺമെൻറ്റ് എന്നുള്ളൊരു കമ്പനിയാണ് ഇത് പുറത്തിറക്കാനായിട്ട് അസിസ്റ്റ് ചെയ്യുന്നൊരു കമ്പനി എന്ന് പറയുന്നത്. അതുപോലെ കൺട്രി സൈഡ് എന്നൊരു ബ്രിട്ടീഷ് ബേസ്ഡ് മാഗസിനാണ്. NFU അഥവാ നാഷണൽ ഫാമേഴ്സ് യൂണിയൻ ആണ് ഇതിൻ്റെ പബ്ലിഷർ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എന്താണ്? എൻവയോൺമെന്റൽ മാഗസിനാണ്, പാരിസ്ഥിതിക മാഗസിനുകളാണ്, അല്ലെങ്കിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാഗസിനുകളാണ് ഇവ രണ്ടും, ഡൗൺ ടു എർത്തും കൺട്രി സൈഡും. അപ്പോൾ ഈ എൻവയോൺമെന്റൽ മാഗസീൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ കണ്ടന്റ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. These provide information on several environmental issues. എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഇത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത പാരിസ്ഥിതിക വിഷയങ്ങളെ കുറിച്ചാണ് ഇത്തരം മാഗസിനുകൾ പ്രതിപാദിക്കുന്നത്. അതായത് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, പരിസ്ഥിതി പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത്തരം മാഗസിനുകളിൽ ഉൾക്കൊള്ളിക്കുന്നത്. Then these magazines are aimed to make people aware of the challenges of environment and to create informed change agents. That means these magazines aim at making the people aware of various problems faced by our environment and persuade the people to do something to protect the environment. അതായത് എന്തൊക്കെയാണ് പരിസ്ഥിതി നേരിടുന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ പരിസ്ഥിതി നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആളുകളെ ബോധവൽക്കരിക്കുകയും പരിസ്ഥിതിയുടെ സംരക്ഷകരാകേണ്ടതിൻ്റെ ആവശ്യകത അവരെ ബോധ്യപ്പെടുത്താനുമാണ് ഇത്തരം മാഗസിനുകൾ ലക്ഷ്യമിടുന്നത്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങണം പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലേ? അപ്പം നമ്മൾ തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും ആദ്യം ശ്രമിക്കേണ്ടത്. നമ്മൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരുമാണ്. അപ്പോൾ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ആളുകളെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയൊക്കെ സംരക്ഷിക്കണം, അതിൻ്റെ ഒരു അവയർനെസ് ആളുകളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത്തരം മാഗസിനുകൾ ലക്ഷ്യം വെക്കുന്നത്. വി ourselves should sow the seeds for stopping environmental deterioration and to safeguard the mother earth. അല്ലേ? നമ്മൾ തന്നെ ശ്രമിക്കണം, എന്നാലേ ഇത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കണ്ടന്റ് എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. എങ്ങനത്തെയൊക്കെയാണ് അതിൻ്റെ കണ്ടന്റ് അല്ലെങ്കിൽ ഒരു ഉള്ളടക്കം ഏത് രീതിയിലുള്ളതായിരിക്കും എന്നുള്ളത്. They cover issues like climate change, pollution, ozone depletion, global warming and so on. ഒത്തിരി എൻവയോൺമെൻ്റൽ പ്രോബ്ലംസ് നമുക്കുണ്ട്, അല്ലേ? അപ്പോൾ അതൊക്കെ ആ എൻവയോൺമെൻ്റൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതിനെക്കുറിച്ചെല്ലാം, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവങ്ങളെല്ലാം തന്നെ ഇത്തരം മാഗസിനുകൾ ഉൾക്കൊള്ളിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും. അതായത് കാലാവസ്ഥാ വ്യതിയാനം, മലിനീകരണം, ആഗോളതാപനം, അങ്ങനെ ഒത്തിരി പരിസ്ഥിതി പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം ഇതിനകത്ത് വിവരിക്കും, അല്ലെങ്കിൽ ഇതിനകത്ത് ലേഖനങ്ങൾ ഇതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഉണ്ടായിരിക്കും. Then they also provide information about the policies of the government, reports on national and international environmental summits, initiatives from the part of the society to protect the environment. അതായത് അതിൻ്റെ കണ്ടന്റിനെ കുറിച്ച് തന്നെയാണ് വീണ്ടും പറയുന്നത്. അതായത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ നയങ്ങളും സർക്കാർ കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങൾ, അതുപോലെ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ഒക്കെ നടക്കുന്ന പരിസ്ഥിതി കാലാവസ്ഥ ഉച്ചകോടികളെ കുറിച്ചുള്ള വിവരങ്ങളും അതിനകത്ത് വരുന്ന തീരുമാനങ്ങളും ഒക്കെ വായനക്കാരെ അറിയിക്കുക. അതുപോലെ സമൂഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ അതും വേണ്ടത്ര പ്രാധാന്യത്തോടെ ഇത്തരം മാഗസിനുകൾ പ്രസിദ്ധീകരിക്കാൻ ശ്രദ്ധിക്കുന്നു, അഥവാ ശ്രദ്ധിക്കണം.
കേട്ടോ. അതായത് സമൂഹത്തിന്റെ ഭാഗത്ത് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി സമൂഹത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും കമന്റബിൾ ആയിട്ടുള്ള ഒരു ആക്ട് ഒരാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും ഇത്തരം മാഗസിനുകളിൽ ഉൾക്കൊള്ളിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. എൻവയോൺമെന്റൽ മാഗസിൻസ് എന്ന് പറയുമ്പോൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടി പുറത്തിറക്കുന്ന മാഗസിനുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എൻവയോൺമെന്റൽ മാഗസിൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് ഈ 2 മാഗസിൻസും ഒന്ന് നോക്കുക. ഇതിൽ ഒന്ന് സ്റ്റാർ ആൻഡ് സ്റ്റൈൽ, പിന്നെ ഒന്ന് സിനിമ മംഗളം. അങ്ങനെ 2 മാഗസിൻസ് ഇതിനകത്ത് കാണുന്നുണ്ട്. സ്റ്റാർ ആൻഡ് സ്റ്റൈൽ എന്നത് മാതൃഭൂമി പുറത്തിറക്കുന്ന ഒരു മാഗസിനാണ്. സിനിമ മംഗളം എന്നത് മംഗളം പുറത്തിറക്കുന്ന ഒരു സിനിമ മാഗസിനാണ് ശരിക്കും പറയാച്ച. അപ്പോൾ ഈ 2 മാഗസിൻസും ഏത് വിഭാഗത്തിൽ പെടും എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ വേറെ ഒരെണ്ണം കൂടി ഉണ്ട്, നോക്കൂ, ഫിലിം ഫെയർ ഉണ്ട്. ഇതെല്ലാം ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന മാഗസിൻസ് ആണ്. ഇത് എന്റർടൈൻമെന്റ് മാഗസിൻസിൽ നമുക്കിതിനെ ഉൾക്കൊള്ളിക്കാനായിട്ട് പറ്റും. എന്താണ് എന്റർടൈൻമെന്റ് മാഗസിൻസിന്റെ പ്രത്യേകതകൾ? ദേ ഇൻക്ലൂഡ് ഫിലിം, ടെലിവിഷൻ, ലൈഫ് സ്റ്റൈൽ ആൻഡ് ഫാഷൻ മാഗസിൻസ്. അതായത് ഇതിനകത്ത് ഏതൊക്കെ വരും? എന്റർടൈൻമെന്റ് മാഗസിൻസ് എന്ന് പറയുമ്പോൾ ആളുകളെ രസിപ്പിക്കുക അല്ലെങ്കിൽ വിനോദിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കണ്ടന്റ് ആണ് ഇതിനകത്ത് ഉണ്ടാവുക. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെയാണ് വരിക? ഫിലിം മാഗസിൻസ് വരാം, ടെലിവിഷൻ മാഗസിൻസ്, ലൈഫ് സ്റ്റൈൽ മാഗസിൻസ്, ഫാഷൻ ബ്യൂട്ടി മാഗസിൻസ് ഒക്കെ ഇതിനകത്ത് വരും. എന്റർടൈൻമെന്റ് മാഗസിനകത്ത് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നവയാണ്. ഇതിന്റെ പർപ്പസ് എന്താണ്? ദ ഒബ്ജക്റ്റീവ് പർപ്പസ് ഇസ് ടു എന്റർടൈൻ ദ റീഡേഴ്സ്. ആളുകളെ വിനോദിപ്പിക്കുക അഥവാ രസിപ്പിക്കുക, അവർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കണ്ടന്റ് ഉൾക്കൊള്ളിക്കുക, അതിന് അവർക്ക് വായിച്ച് രസിക്കാവുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ ആളുകൾ പൊതുവെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കണ്ടന്റ് ആണ് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ആളുകളെ വിനോദിപ്പിക്കുക അഥവാ രസിപ്പിക്കുക എന്നുള്ളതാണ്. എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ അകത്തുണ്ടാവുക സാധാരണ ഉൾക്കൊള്ളിക്കുന്ന കണ്ടന്റ്? Exclusives about celebrities in various entertainment field, gossips, beauty, lifestyle trends, shopping guides also find expression in these magazines. അതായത് ഫിലിം, ടെലിവിഷൻ മേഖലകൾ അല്ലെങ്കിൽ മ്യൂസിക് തുടങ്ങിയ മേഖലകളെല്ലാം പ്രവർത്തിക്കുന്ന പ്രശസ്തരായ വ്യക്തികളെ കുറിച്ചുള്ള ലേഖനങ്ങൾ അതിനകത്ത് കാണും. അതുപോലെ ഗോസിപ്പ് കോളംസ് കാണും. ബ്യൂട്ടി ട്രെൻഡ്സ് എന്തൊക്കെയാണ് പുതിയ, അതുപോലെ ലൈഫ് സ്റ്റൈൽ ട്രെൻഡ്സ്, അതുപോലെ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾക്ക് പൊതുവെ ഇങ്ങനെ വായിച്ച് രസിക്കാവുന്ന അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആണ് സ്റ്റിൽ, പക്ഷെ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നതിനേക്കാൾ അധികമായിട്ട് ആളുകളെ രസിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കണ്ടന്റ് ആണ് ഈ മാഗസിൻ്റെത്, എന്റർടൈൻമെന്റ് മാഗസിൻ്റെത്. ഇറ്റ് ഈസ് ഗ്രാഫിക്കലി റിച്ച്, ഫീച്ചറിങ് മെനി ഫോട്ടോഗ്രാഫ്സ്. ഇതിനകത്ത് ഒത്തിരി ഫോട്ടോഗ്രാഫ്സ് ഉണ്ടാവും. അതാണ് ആളുകളെ കൂടുതൽ അട്രാക്ട് ചെയ്യാനുള്ള കാര്യം. സെലിബ്രിറ്റീസിൻ്റെ ഒക്കെ ഒത്തിരി കളർഫുൾ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സ് കാണും. അതുപോലെ തന്നെ ഇലസ്ട്രേഷൻസും ഉണ്ടാവും. അപ്പോൾ ഇലസ്ട്രേഷൻസും അതുപോലെ ഫോട്ടോഗ്രാഫ്സും ഒക്കെ ഒരുപാട് ഇതിനകത്ത് ഉൾക്കൊള്ളിക്കും. ഇപ്പോൾ എന്റർടൈൻമെന്റ് മാഗസിൻസിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. Then we'll move on to the next one. ഇനി അത് ഏതാ നോക്കാം. ഫാസ്റ്റ് ട്രാക്ക്, അതിൻ്റെ കവർ പേജ് നോക്കിക്കോളൂ. ഓവർ ഡ്രൈവ്, ഫാസ്റ്റ് ട്രാക്ക് ആൻഡ് ഓവർ ഡ്രൈവ് 2 മാഗസിൻസ് ആണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ കവർ പേജ് കാണുമ്പോഴേക്കും നിങ്ങൾക്ക് ഇപ്പം തന്നെ പിടികിട്ടി കാണും ഇതേത് കാറ്റഗറി ഓഫ് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് മാഗസിൻസ് ആണ് എന്നത്. ഇത് ഫാസ്റ്റ് ട്രാക്ക് എന്നത് മലയാള മനോരമ പുറത്തിറക്കുന്ന ഒരു ഓട്ടോമൊബൈൽ മാഗസിനാണ്. ഓവർ ഡ്രൈവും അതുപോലെ ഒരു ഓട്ടോമൊബൈൽ മാഗസിനാണ്. അപ്പോൾ ഇത് ഏത് മാഗസിനാണ് പിടികിട്ടി. അതിൻ്റെ കവർ പേജിൽ വാഹനങ്ങളുടെയാണ്, ബൈക്സിൻ്റെയും കാർസിൻ്റെയും ഒക്കെയാണ് ഫോട്ടോഗ്രാഫ്സ് കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് ഒരു ഓട്ടോമൊബൈൽ മാഗസീൻസിൻ്റെ കാറ്റഗറിയിൽ വരുന്നവയാണ് എന്നത്. ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നോക്കണ്ടേ? ഓട്ടോമൊബൈൽ മാഗസീൻസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിന്റെ കണ്ടന്റ് എന്തൊക്കെയാണെന്നുള്ളത്. ദേ ഓഫർ ഇൻസൈറ്റ് ഇൻ ടു ദി എമർജിംഗ് ട്രെൻഡ്സ് ഇൻ ദി ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. അതായത് ഓട്ടോമൊബൈൽ വ്യവസായത്തെക്കുറിച്ചും അവിടുത്തെ പുതിയ പ്രവണതകളെക്കുറിച്ചും ആ രംഗത്തെ പുതിയ പ്രവണതകളെക്കുറിച്ചും വായനക്കാർക്ക് അറിവ് പകരുക. അപ്പോൾ ആരായിരിക്കും ഇതിന്റെ റീഡേഴ്സ് എന്ന് പറയുന്നത്? ഓട്ടോമൊബൈൽസ്
വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ, അതുപോലെ തന്നെ ആ ഒരു രംഗവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാവാം, അല്ലെങ്കിൽ ഇതിനോട് താല്പര്യം, വാഹനങ്ങളോട് താല്പര്യമുള്ള ആളുകളുമായിരിക്കാം ഇതിൻ്റെ വായനക്കാർ എന്ന് പറയുന്നത്. Then, reviews of newly launched vehicles with vibrant photographs. അതായത് പുതുതായിട്ട് വിപണിയിൽ ഇറങ്ങിയ വാഹനങ്ങളെ കുറിച്ചുള്ള റിവ്യൂസ് ഈ മാഗസിൻ്റെ വായനക്കാരെ ഏറെ താല്പര്യം ജനിപ്പിക്കാൻ സഹായിക്കുന്നവയാണ്. അപ്പോൾ റിവ്യൂസ് ഇതിനകത്ത് ഉണ്ടാവും. ഈ റിവ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അറിയാം, നമുക്ക് അതിനകത്ത് ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വാഹനത്തെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വേർഷൻ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ അതിനകത്തുനിന്ന് റിവ്യൂസിനകത്തുനിന്ന് ലഭിക്കും എന്നുള്ളതാണ്. ഇറ്റ് പ്രൊവൈഡ്സ് എ വെരി ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അബൌട്ട് എ വെഹിക്കിൾ. ദാറ്റ് മീൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് സച്ച് ഇൻഫർമേഷൻ ആസ് the advantages of the vehicle, specifications, limitations, etc. It really helps new buyers just like a test drive before they spend money to purchase the vehicle. Okay, അതായത് ഒരു വാഹനത്തെക്കുറിച്ച് ഒരു അഭിപ്രായം ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കുന്ന രീതിയിലുള്ള റിവ്യൂസ് എല്ലാം നമുക്ക് ഓട്ടോമൊബൈൽ മാഗസിനകത്ത് കാണാനായിട്ട് സാധിക്കും. Then it provides information about the contemporary style of vehicles. അതായത് ഒരു പ്രത്യേക സീസണിൽ പുറത്തിറങ്ങുന്ന വാഹനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങളും, ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് എന്താണ്, ഈ വാഹന രംഗത്ത് ഏത് തരത്തിലുള്ള വെഹിക്കിൾസ് ആണ് കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വിപണി കണ്ടെത്തുന്നത് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇത്തരം മാഗസിനുകൾ സഹായിക്കും. Then recommendations to buyers. വാഹനം വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്കുള്ള നിർദ്ദേശങ്ങളും ഈ മാഗസിനകത്ത് ഉൾക്കൊള്ളിക്കാറുണ്ട്. ഇപ്പോൾ ഓട്ടോമൊബൈൽ മാഗസിൻസിൻ്റെ ആ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഓട്ടോമൊബൈൽസുമായിട്ടുള്ള അല്ലെങ്കിൽ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷനാണ് ഇത്തരം മാഗസിനുകളുടെ അകത്ത് ഉൾക്കൊള്ളിക്കുക.